ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. രോഗസന്ദർശനത്തിന് പോകുമ്പോൾ നമ്മൾ പാലിക്കേണ്ട, അടിസ്ഥാനപരമായി നമ്മൾ ശീലിക്കേണ്ട 10ഓളം അദബുകൾ മഹാന്മാരായ ഫുഖഹാ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. മഹാനായ അബൂ യഹ്യ സക്കരിയ അൻസാരി തങ്ങൾ റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ ഹാഷിയത്തുൽ ജമൽ എന്ന കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിൽ ഈ 10ഓളം അദബുകൾ അക്കമിട്ട് പറയുന്ന പോലെ അവതരിപ്പിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റും ഗ്രന്ഥങ്ങളിൽ നമുക്കിത് കാണാൻ കഴിയും. തൽക്കാലം ഈ ഒരു ഭാഗം മഹാനവറുകളുടെ ഉദ്ധരണി വായിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. റബ്ബ് നമ്മുടെ അറിവിലും നമ്മൾ ചെയ്യുന്ന അമലുകളിലുമൊക്കെ അവന്റെ പൊരുത്തം തന്ന് ബർക്കത്ത് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. വജുംലത്തു ആദാബി ഇയാദത്തിൽ മരീദി അശ്റത്തു അശിയാ. രോഗിയെ സന്ദർശിക്കാൻ പോകുന്നോടത്തുള്ള അദബുകളുടെ മൊത്തത്തിലുള്ള ഏകദേശ രൂപം 10 കാര്യങ്ങളാണ്. വമിൻഹ, ആ രോഗിയെ സന്ദർശിക്കാൻ പോകുന്ന അദബുകളിൽ പെടുത്തിയിട്ടുണ്ട് മാ ലാ യഖ്തസ്സു ബിൽ ഇയാദ, രോഗസന്ദർശനവുമായി ബന്ധമില്ലാത്തതിനെയും അതിനോട് ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. കാരണം പരോക്ഷമായി അതൊരു ബന്ധം സ്ഥാപിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പൊ രോഗിയെ സന്ദർശിക്കുന്ന വിഷയത്തിൽ അല്ലെങ്കിൽ പോലും അതിനോട് അനുബന്ധമായി വരുന്ന മറ്റു കാര്യങ്ങളെയും ഈ വിഷയത്തിൽ മഹാനവറുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മഹാനവറുകൾ കുറിക്കുകയാണ്. അപ്പൊ ഒന്നാമത്തെ അദബ് അല്ലാ യുഖാബിലൽ ബാബ ഇൻദൽ ഇസ്തിദാൻ. സ്വാഭാവികമായും ഒരു രോഗി ഉള്ളത് ഒരു വീട്ടിലായിരിക്കുമല്ലോ, അതായിരിക്കുമല്ലോ അതിന്റെ ഒരു സ്വാഭാവികത. ആ രോഗിയെ കാണാൻ ചെല്ലുമ്പോൾ, ആ വീട്ടിലേക്ക് ചെല്ലുന്നതിന്റെ ചില മര്യാദകളുണ്ട്. അതിൽപ്പെട്ട കാര്യത്തെ തന്നെയാണ് രോഗസന്ദർശനത്തിൽ രോഗിയെ സന്ദർശിക്കുന്നതിൽ മഹാനവറുകൾ ഒന്നാമത് കൊണ്ടുവന്നത്. ഒരു വീടിന്റെ വാതിൽക്കലേക്ക് ചെല്ലുമ്പോൾ, ഒരു വീട്ടിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ, നമ്മൾ അന്യരാണെങ്കിൽ കോളിംഗ് ബെൽ അടിച്ചിട്ട് നേരെ നിൽക്കരുത്, ഒരല്പം മാറി നിൽക്കണം. കാരണം പ്രത്യേകിച്ച് ആ വീട്ടുകാരൻ വീടിന്റെ അകത്ത് അവന്റെ സ്വകാര്യതയിൽ അവന്റെ ശരീരം വേണ്ട വിധം മറച്ചിട്ടുണ്ടാവില്ല. സ്ത്രീകളാണെങ്കിൽ പ്രത്യേകിച്ച് ഓടി വന്ന് ധൃതിയിൽ ആ വാതിൽ തുറക്കുന്ന നേരം പെട്ടെന്ന് അവരുടെ ആ വീട്ടു വേഷത്തിൽ പ്രത്യക്ഷമാവുക എന്നതിൽ എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ അത് നമ്മളായിട്ട് കാണാൻ നിൽക്കണ്ട. അതുകൊണ്ട് മഹാന്മാർ പഠിപ്പിച്ചു, ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് രോഗിയെ കാണാൻ പോകുന്ന കാര്യത്തിൽ വീടിന്റെ വാതിൽക്കലിൽ നേരെ നിൽക്കരുത്, അവിടുന്ന് ഒരല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി നിൽക്കണം. രണ്ടാമത്തെ കാര്യം, വാതിൽക്കലിൽ വളരെ മയത്തോടു കൂടെയാണ് മുട്ടേണ്ടത്. വാതിൽ മുട്ടേണ്ടതാണെങ്കിൽ കോളിംഗ് ബെല്ലാണ് മിക്കവാറും. ചില വീട്ടിൽ ആ വീട് വാർക്കലിന്റെ അന്ന് കോളിംഗ് ബെല്ല് വെച്ചിട്ടുണ്ടാവും, പിന്നെ ബാറ്ററി തീർന്നത് മൂപ്പര് അറിഞ്ഞിട്ടുണ്ടാവില്ല. പിന്നെ ആ വീട്ടിലെ 2 വയസ്സുള്ള മോളെ കല്യാണം കഴിച്ച് വിടുന്നതിന്റെ തലേ ദിവസം പെയിന്റിങ്ങും മറ്റൊക്കെ നടത്തുമ്പോഴായിരിക്കും ആ ബാറ്ററി മാറ്റി വെക്കുക. അങ്ങനെയുണ്ട് ചില വീട്ടുകാര്. അത് ഇതിന്റെ കൂടെ പറയേണ്ടതല്ല, എന്നാലും പറയാണ്. ഇന്നത്തെ സംവിധാനത്തിൽ വാതിലിൽ മുട്ടലില്ല, കോളിംഗ് ബെല്ലാണ്. അപ്പൊ എന്തായാലും ആ വിഷയത്തിൽ വളരെ കാഠിന്യപരമായ പെരുമാറ്റം ഉണ്ടാവാൻ പാടില്ല. വാതിൽക്കലാണെങ്കിൽ ചില ആളുകൾ തല്ലി പൊളിക്കണ മാതിരിയിട്ട് മുട്ടും. വീടിന്റെ അകത്തുനിന്ന് വിളി കേട്ടാൽ തന്നെയും പിന്നെയും മുട്ടും. കാരണം മൂപ്പർക്ക് അങ്ങനെ ഒരു ശീലമുണ്ട്. ചില ആൾക്കാരുണ്ട്, അവര് വർത്താനം പറഞ്ഞ ഉറക്കേ പറയുള്ളൂ. അത് മൂപ്പര് അങ്ങനെ ശീലിച്ചു പോയതാണ്. ഇനി ഉറക്കത്തിൽ കിടന്നാണ് സംസാരിക്കുന്നതെങ്കിലും മൂപ്പര് ഉറക്ക തന്നെയേ പറയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു രീതിയിൽ നിങ്ങൾ വാതിൽക്കലിൽ ശക്തമായി മുട്ടല്ലേ എന്ന് പറഞ്ഞാൽ, നമുക്ക് കോളിംഗ് ബെല്ല് അടിക്കുന്ന സംവിധാനമാണെങ്കിൽ ഒന്നടിച്ചു, അപ്പൊ തന്നെ ഒന്നും കൂടി അടിച്ചു, പിന്നെ ഞെക്കി അങ്ങ് പിടിക്കാം. ഈ രീതി ഒന്നും നിങ്ങൾ ചെയ്യല്ലേ, അത് അദബിൽ പെട്ടതല്ല, അദബ് കേടാണ്. അതുപോലെ തന്നെ വലാ യുബ്ഹിമ നഫ്സഹു ബിഅൻ യഖൂല അന. സ്വാഭാവികമാണ്, വീടിന്റെ അകത്തുനിന്ന് വിളിച്ചു ചോദിക്കും, ആരാ പുറത്തുള്ളത്, പുറത്തു വന്നത് ആരാ, ആരാ വാതിൽക്കൽ മുട്ടിയത്, ആരാ വീടിന്റെ പുറത്ത്. വീടിന്റെ അകത്തുനിന്ന് വിളിച്ചു ചോദിക്കും. അപ്പൊ പുറത്ത് നിൽക്കണ മൂപ്പര് പറയാണ്, അന, അത് ഞാനല്ലേ. ആരായി ഞാൻ? അങ്ങനെ ഞാനാണ് എന്ന് പറഞ്ഞ് വന്ന ആളെ അവ്യക്തമാക്കി പറയല്ലേ. പുറത്ത് വന്ന ആള് ഇന്ന ആളാണെന്ന കൃത്യമായ മേൽവിലാസത്തോടു കൂടെ പുറത്ത് നിൽക്കുന്നവൻ അകത്തുള്ളവരോട് താൻ ആരെന്ന് ചോദിച്ച ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയണം. അല്ലാതെ ഞാനാണെന്ന് പറയരുത്. ഈ ഞാനാണ് എന്നത് അവർക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ
അവിടെ ഈ വിഷയത്തിൽ അദബകേട് സംഭവിക്കാണ്. ഞാനാണെന്നല്ല പറയേണ്ടത്, പേര് പറയണം. മുഹമ്മദ് എന്ന് പറയണം. പേരങ്ങനെയാണെങ്കിൽ അങ്ങനെ പറയണം. ഏത് മുഹമ്മദ്? അപ്പൊ തിരിഞ്ഞില്ല. അപ്പൊ വീട്ടുപേരും കൂടി ചേർത്ത് പറയണം. ഇന്ന വീട്ടിലെ ഇന്ന തറവാട്ടിലെ, അപ്പോഴും തിരിഞ്ഞില്ല. അപ്പൊ വാപ്പാടെ പേര് ചേർത്ത് പറയണം, അപ്പോഴും തിരിഞ്ഞില്ല. എന്നാ പിന്നെ നാട്ടുകാരിട്ടൊരു പേരുണ്ടാവും, ഇരട്ടപ്പേര്, കളിയാക്കുന്ന പേര്, അതും കൂടി ചേർത്ത് പറഞ്ഞാലാണ് വീട്ടുകാരന് മനസ്സിലാകുന്നത് എങ്കിൽ അതും കൂടി ചേർത്ത് പറയണം. അപ്പൊ എന്തായാലും വാതിൽ വരും. അപ്പൊ വാതിൽ തുറന്നിട്ടില്ല, അതിനു മുമ്പ് നമ്മെ ബോധ്യപ്പെടുത്തണം. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെടുന്നുണ്ട്. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, മഹാനായ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി തങ്ങൾ പറയാണ്, ഞാൻ അള്ളാഹുവിന്റെ ഹബീബിനെ ഒരിക്കൽ കാണാൻ ചെന്നു. എന്റെ വാപ്പ മരിച്ച ശേഷമാണ്. അതായത് ജാബിർ മരിച്ച ശേഷം മകൻ അബ്ദുള്ള ചെല്ലുകയാണ്. അബ്ദുള്ള മരിച്ച ശേഷം മകൻ ജാബിർ ചെല്ലുകയാണ്. ജാബിർ റളിയല്ലാഹു അൻഹു പറയാ, എന്റെ വാപ്പാക്ക് ഒരുപാട് കടമുണ്ടായിരുന്നു. ഈ വിഷയ സംബന്ധമായി ഹബീബിനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെല്ലാണ്. ഹബീബായ നബി തങ്ങളുടെ വാതിൽക്കൽ ഞാൻ മുട്ടി. അപ്പൊ അവിടുന്ന് അകത്തുനിന്ന് വിളിച്ചു ചോദിച്ചു, മന്ദാ, ആരാത്? ഫഖുൽതു, അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനാണ് നബിയെ, ഞാൻ അന. അള്ളാഹുവിന്റെ ഹബീബ് തിരിച്ചു ചോദിച്ചു, അന 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 ഞാൻ ആരെ? ഞാൻ. കഅന്നഹു കരിഹഹാ, അങ്ങനെ പറയുന്നത് നബിക്ക് ഇഷ്ടപ്പെടാത്ത പോലെ. അള്ളാന്റെ ഹബീബിന് ഇഷ്ടമല്ല. പുറത്തുനിന്നിട്ട് ആരാന്ന് ചോദിക്കുമ്പോ, അകത്തുനിന്ന് ആരാന്ന് വിളിച്ചു ചോദിക്കുമ്പോ പുറത്തുനിന്നിട്ട് ഞാനാന്ന് പറയാ എന്നത് റസൂലുള്ളാഹിക്ക് ഇഷ്ടമല്ല സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ രോഗിയുള്ള വീട്ടിലേക്ക് ചെല്ലുമ്പോൾ പാലിക്കേണ്ട രണ്ടാമത്തെ അദബ്, വാതിൽക്കൽ പതുക്കെ മുട്ടുകയും ഞാൻ ആണ് എന്ന പ്രയോഗം ഒഴിവാക്കി കൃത്യമായ പേരും വിലാസവും പറഞ്ഞ് തന്നെ പരിചയപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് രണ്ടാമത്തെ അദബ്. മൂന്നാമത്തെ അദബ്, വഅല്ലാ യഹ്ദുറ ഫീ വഖ്തിൻ യകൂനു ഗൈറ ലായിഖിൻ ബിൽ ഇയാദതി കവഖതി ശുർബിൽ മരീൽ ദവാ. രോഗിയെ കാണാൻ പോവാണ്. അത് രോഗിയെ കാണാൻ തന്നെ ആയിട്ടല്ല, പൊതുവെ അല്ലാത്ത കാര്യങ്ങൾക്കാണെങ്കിലും മറ്റൊരാളുടെ വീട്ടിലേക്കല്ലേ പോകുന്നത്. ആ സമയത്ത് ആ വീട്ടിലേക്ക് ചെല്ലൽ അനുയോജ്യമല്ലാത്ത സമയത്ത് പോവല്ലേ. വഅല്ലാ യഹ്ദുറ ഫീ വഖ്തിൻ യകൂനു ഗൈറ ലായിഖിൻ ബിൽ ഇയാദ. രോഗസന്ദർശനം അതുപോലുള്ള കാര്യങ്ങൾക്ക് അന്യരുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ സമയത്ത് ആ വീട്ടിലേക്ക് ചെല്ലാൻ പറ്റാത്ത നേരാണെന്ന് നമുക്കറിയാം. ഉദാഹരണം, രോഗിയുള്ള വീട്ടിലാണെങ്കിൽ കവഖതി ശുർബിൽ മരീദി അദ്ദവാ, ഈ രോഗിക്ക് മരുന്ന് കൊടുക്കണം നേരം, കുറെ നേരത്തേക്ക് പ്രയാസം ഉണ്ടാവും. അപ്പൊ മരുന്ന് കൊടുക്കുമ്പോൾ ചിലപ്പോ ആ വീട്ടിലേക്ക് അന്യരായ ഈ ആണുങ്ങൾ ചെല്ലുമ്പോ ആ വീട്ടിലെ മോളായിരിക്കും ചിലപ്പോ പാപ്പാക്ക് മരുന്ന് കൊടുക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യ ആയിരിക്കും കൊടുക്കുക. ആ മരുന്ന് കൊടുക്കുന്ന നേരത്തെ അവിടെ പോയി ഇങ്ങനെ വായു വിളിച്ചിങ്ങനെ നോക്കിക്കേണ്ട കാര്യമൊന്നുമില്ല. അവരതൊക്കെ കൊടുത്ത സ്ത്രീകൾ അവരുടേതായ സ്വകാര്യതയിലേക്ക് പോയ ശേഷം ആ ഒരു സന്ദർഭമൊക്കെ അന്വേഷിച്ചിട്ട് വേണം ഒരു അന്യ വീട്ടിലേക്ക് കടന്നു ചെല്ലാൻ. അള്ളാഹു നമുക്ക് ഈ അറിവ് കൊണ്ട് അമൽ ചെയ്യാനുള്ള ഭാഗ്യം നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ അവരുടെ ഭക്ഷണത്തിന്റെ നേരാണെന്ന് ആലോചിക്കണം. അവരുടെ വീട്ടിൽ ആരൊക്കെയോ കൂടുതൽ ആളുകൾ അവരുടെ കുടുംബക്കാർ വന്നിട്ടുണ്ട്, അന്നേരത്ത് നമ്മൾ ചെല്ലേണ്ട കാര്യമില്ല. അപ്പൊ ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ വീട്ടുകാരന്റെ ഇഷ്ടവും തൃപ്തിയും ബോധ്യമാകുന്ന രീതിയിലേക്കുള്ള ഒരാലോചന നമുക്ക് ഉണ്ടാവണം എന്നാണ്. അത് തന്നെ ഖുർആൻ പറഞ്ഞത്. ഒരു അപരന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ വീട്ടുകാരൻ നമുക്ക് അനുവാദം തന്നിട്ട് നമുക്ക് പോണം എന്നല്ല, നമ്മൾ ചെല്ലുന്നതിൽ വീട്ടുകാരന് സന്തോഷം ഉണ്ടാകണം എന്നിട്ടാണ് നമ്മൾ പോവേണ്ടത്. നമ്മൾ ചെല്ലുന്നതിൽ അനുവാദമുണ്ട്, പക്ഷെ അനുവാദം കൊണ്ട് പോകണമെന്നല്ല. ചെല്ലുന്നതിൽ സന്തോഷമുണ്ട് എങ്കിലേ നമുക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റൂ. പരിശുദ്ധമായ ഖുർആൻ ആ വിഷയം എത്ര ഗൗരവമായിട്ടാ പറയുന്നത്. സൂറത്ത് നൂറിന്റെ 27-ാമത്തെ ആയത്ത്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം يا أيها الذين آمنوا لا تدخلوا بيوتا غير بيوتكم حتى تستأنسوا وتسلموا على أهلها ذلكم خير لكم لعلكم تذكرون. മുഅ്മിനീങ്ങൾ, അല്ലാഹു സ്നേഹത്തോടെ ആദരവോടുകൂടെ വിളിച്ചിട്ട് പറയാണ്, നിങ്ങളുടെ വീടല്ലാത്ത മറ്റൊരാളുടെ വീട്ടിലേക്ക് നിങ്ങൾ ചെല്ലുമ്പോൾ ഹത്താ തസ്തഇനിസു,
അവർ നിങ്ങൾ ചെല്ലുന്നതിൽ സന്തോഷമുള്ളവരാണെങ്കിൽ മാത്രമേ നിങ്ങൾ മറ്റൊരാളുടെ വീട്ടിലേക്ക് പോകാൻ പാടുള്ളൂ. നിങ്ങൾ ചെല്ലുന്നതിൽ അവർക്ക് സന്തോഷമുണ്ടെങ്കിൽ മാത്രമാണ് മറ്റൊരാളുടെ വീട്ടിലേക്ക് നിങ്ങൾ പോകാവൂ. മാത്രവുമല്ല, നിങ്ങൾ ചൊല്ലുമ്പോൾ വതുസല്ലിമൂ അലാ അഹ്ലിഹാ, വീട്ടുകാരനോട് അസ്സലാമു അലൈക്കും എന്ന് പറയാൻ പറ്റുന്ന ആത്മീയമായ അച്ചടക്കത്തോട് കൂടെയുമാണ് നിങ്ങൾ പോകേണ്ടത്. അങ്ങനെ ഞങ്ങൾ പോകേണ്ടത്. പിന്നെയോ ദാലികും ഖൈറുൽ ലക്കും ലഅല്ലകും തദക്കറൂൻ, നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമെങ്കിൽ ഇങ്ങനെ പോകുന്നതിലാണ് ഖൈറുള്ളതെന്ന് ഖുർആൻ. അപ്പൊ രോഗിയുള്ള വീട്ടിലേക്കാവട്ടെ അല്ലാത്ത വീട്ടിലേക്കാവട്ടെ പോകുമ്പോ ആ വീട്ടുകാരന് സൗകര്യം കിട്ടുന്ന ഒരു നേരം നോക്കി പോണം, അവന് സന്തോഷമുള്ള നേരം നോക്കി പോണം. അപ്പൊ മൂന്നാമത്തെ അദബ് അനുയോജ്യമായ നേരം നോക്കി വേണം പോവാൻ. നാലാമത്തെ അദബ്, ഒരു രോഗിയുള്ള വീട്ടിലേക്ക് പോകുന്നവർ പാലിക്കേണ്ട നാലാമത്തെ അദബ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുറെ നേരം ഇരിക്കാൻ നിർത്ത് പോവണ്ട. രോഗിയെ കാണാൻ പോകുന്നവർ പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞ അവിടെ ഒരുപാട് നേരം ഇരിക്കാൻ പാടില്ല. രോഗിയുടെ അടുത്ത് ഒരുപാട് നേരം ഇരിക്കാൻ പാടില്ല, കുറച്ചേരം ഇരിക്കാവൂ. ചില ആൾക്കാരുണ്ട് രോഗ സന്ദർശനത്തിന് ചെന്നുവേണ്ടി ജനിച്ച അന്ന് മുതൽക്കുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ, ആ ചെന്ന അന്ന് വരെയുള്ള എല്ലാ കാര്യങ്ങളും പറയും. രോഗി ഇങ്ങനെ കിടന്ന് ആലോചിക്കണ്ടാവും, പഠിച്ചവനെ ആ മലക്കൊന്ന് വന്ന് തന്നെ അങ്ങോട്ട് മരിപ്പിച്ചായിരുന്നെങ്കിൽ. ഇത് മുഴുവൻ കേട്ട് ചെവിയും തലയൊക്കെ മരവിച്ചിരിക്കുക. കഥ പറയാനായിട്ട് രോഗിയുടെ അടുത്തേക്ക് പോണ്ട. രോഗസന്ദർശനത്തിന് ചെല്ലുന്നവർ ചെന്നാൽ അല്പം നേരം മാത്രമേ അവിടെ ഇരിക്കാൻ പാടുള്ളൂ. ഇത് ഇസ്ലാമിക കർമ്മശാസ്ത്രം വളരെ വ്യക്തമാക്കി പറയുന്ന കാര്യമാണ്. നാലാമത്തെ കാര്യം അതാ, ദീർഘമായ ഇരിപ്പ് രോഗിയുടെ സന്നിധിയിൽ പാടില്ല. ഒരു നേരിയ ഇരുത്തം മാത്രമേ അവിടെ പാടുള്ളൂ. കുറച്ചിരിക്കുക, ഇങ്ങോട്ട് പോരാ, തിരിച്ചു പോരാ. ഹബീബായ നബിതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് തങ്ങളെ തൊട്ട് നിവേദനം, മഹാനവറുകൾ പറയാ, ഹബീബിന്റെ ചര്യയിൽപ്പെട്ടതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മിന സുന്നത്തി തഖഫീഫുൽ ജുലൂസി വഖല്ലത്തു സഖബി ഫിൽ ഇയാദത്തി ഇൻദൽ മരീദ്. ഒരു രോഗസന്ദർശനം നടത്തുമ്പോൾ ഹദീസ് ഗ്രന്ഥമായ റസീനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രോഗസന്ദർശനം നടത്തുമ്പോൾ രോഗിയുടെ അടുക്കൽ ഇരിക്കുന്നത് വളരെ ലളിതമാക്കണം, കുറച്ചേ ഇരിക്കാവൂ. അതുപോലെ തന്നെ രോഗിയുടെ മുന്നിൽ വെച്ച് സംസാരിക്കേണ്ട സന്ദർഭങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ രോഗിയോട് തന്നെ സംസാരിക്കണം എന്നില്ല. വേറെ ആരെങ്കിലും ഒരു വിശേഷം ചോദിക്കാം, അല്ലേക്ക് കുറെ നാളായാലും കണ്ടിട്ട് എവിടെയാ ഇപ്പൊ കൊറോണയൊക്കെ വന്നിട്ട് കാണാനല്ലോ, അപ്പൊ മൂപ്പരാണ് സംസാരിക്കണമെന്ന് പറഞ്ഞ ഭയങ്കര ശബ്ദം. രോഗി കിടക്കുന്ന ഓടത്ത് വെച്ച് ആര് എത്ര വേണ്ടപ്പെട്ടവൻ എത്ര വലിയ കാര്യം പറഞ്ഞാലും ഉച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല. മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രോഗി കിടക്കുന്ന ഭാഗത്ത് രോഗി ഉള്ളോടത്ത് വെച്ച് സംസാരിക്കുന്നവൻ ശബ്ദം കുറച്ച് സംസാരിച്ചേ പറ്റൂ എന്നാണ് പഠിപ്പിച്ചത് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ്. ഈ ചില ആൾക്കാർക്ക് ആ സമയത്ത് മൊബൈലൊന്നും ഇറങ്ങിയ പിന്നെ റേഞ്ച് പോയാലൊന്നും ഒരു പ്രശ്നമല്ല. ഈ മൊബൈലിന്റെ ചെവിയിൽ ഇരിപ്പുണ്ടെങ്കിലും ഈ ശബ്ദത്തിന്റെ വലിപ്പം അനുസരിച്ച് അവിടെയുള്ള ഈ അപ്പുറത്തെ ഫോണിന്റെ അപ്പുറ ഭാഗത്തുള്ള ആളിലേക്ക് നേരിട്ട് വോയിസ് എത്തുന്ന അത്ര ശബ്ദത്തിലായിരിക്കും മൂപ്പര് ഫോൺ ചെയ്യുന്നത്. അങ്ങനെയുണ്ട്. ഉറക്ക സംസാരിക്കുക, ചിലർക്ക് ഉറക്ക പറഞ്ഞാലേ പറ്റുള്ളൂ. രോഗി കിടക്കുന്ന റൂമിലോ അയാളുടെ വീട്ടിലോ അയാളുടെ സാന്നിധ്യത്തിലോ ഉറക്ക സംസാരിക്കാൻ പാടില്ലെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ. നാലാമത്തെ അദബാണ്. നാലാമത്തെ അദബ് എന്ന് പറഞ്ഞാൽ രോഗി ഉള്ളോടത്ത ഇരിപ്പ് ലളിതമാക്കുക എന്നത്. അതിനോട് ചേർത്ത് വെക്കേണ്ട കാര്യമാണ്, അവിടെ ഉറക്ക സംസാരിക്കാൻ പാടില്ല. അഞ്ചാമത്തെ അദബ്, മഹാനായ സക്കരിയ അൻസാരി തങ്ങൾ പറയുന്ന അഞ്ചാമത്തെ അദബ് കണ്ണ് ചിമ്മ എന്ന്. കണ്ണിമ്മ എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനെ കണ്ണ് ഇറുക്കി പിടിക്കലല്ല. രോഗിയുടെ നേരെ രൂക്ഷമായി നോക്കാൻ നിൽക്കരുത്. പഠിച്ചോനെ എന്നാലും എന്റെ എന്തൊരു കോല അങ്ങടെ അല്ലെ, അതൊന്നും പറയാൻ നിൽക്കരുത്. ഒരല്പം ലളിതമായി പെട്ടെന്ന് നോക്കി. അതുപോലെ തന്നെ ആ വീട്ടിലേക്ക് ചെന്ന രോഗിയോടെ കിടപ്പുണ്ടാവും. എല്ലാവരും രോഗിയെ എങ്ങനെ നോക്കി നിൽപ്പുണ്ടാവും. ആ നേരത്തെ ഇപ്പൊ നമ്മൾ അങ്ങടെ ആ ചുമരയിൽ വെച്ചിരിക്കുന്ന ആ വീട്ടിലെ മകന്റെയും മരുമകളുടെയും കല്യാണ ഫോട്ടോ അതൊന്നും വെക്കാൻ പാടില്ല എന്നുള്ള വേറെ കാര്യം. ഇപ്പുറത്തേക്ക് നോക്കിയത് അവിടെ ആരാ, ഇതെവിടെ, അങ്ങനെ എല്ലാ ഭാഗത്തേക്കും നോക്കി
ഈ മരക്കൊമ്പിലിരുന്ന് കാക്ക നോക്കുന്ന പോലെ, കിളി നോക്കുന്ന പോലെയൊക്കെ നോക്കിയെല്ലാം അന്യരുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മുടെ കണ്ണിനെയാണെന്ന് മഹാനായ ലുഖ്മാനുൽ ഹക്കീം മകന് കൊടുത്ത ഉപദേശമാണ്. അന്യൊരാളുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ സൂക്ഷിക്കേണ്ടത് സ്വന്തം കണ്ണിനെയാണ്. ഈ കണ്ണ് അവിടെ ഇവിടേക്കൊന്നും പാസ് ചെയ്യാൻ പാടില്ല. രോഗിയുള്ള വീട്ടിലേക്ക് ചെന്നാൽ, രോഗി കിടക്കുന്നോടത്തേക്ക് ചെന്നാൽ നമ്മുടെ കണ്ണിന് നിയന്ത്രണം വേണം. രോഗിയെ തന്നെ രൂക്ഷമായിട്ട് നോക്കാൻ പാടില്ല. പെട്ടെന്ന് നോക്ക, പെട്ടെന്ന് അവിടെ ഇരിക്ക, എന്തെങ്കിലും ഒന്ന് ദ്വാരക്ക, പെട്ടെന്ന് പോരാ. ഇങ്ങനെയാ. സാന്ദർഭികമായി പറയാം, ചില ആളുകൾ കുറെ കാലത്തോളം ഇങ്ങനെ രോഗം പിടിച്ച് കിടക്കാറുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ മുന്നില് നമുക്ക് എത്താൻ കഴിഞ്ഞാൽ അയാൾ കേൾക്കത്തക്ക രീതിയിൽ ഒരു യാസീൻ ഓതി മന്ത്രിക്കണം. യാസീൻ ഓതുന്നത് കേൾക്കുന്നത് രോഗിയെ സംബന്ധിച്ചിടത്തോളം അവൻ മരിക്കാനാണ് കിടക്കണമെങ്കിൽ കെലിമ ചൊല്ലാനുള്ള ഊർജം അല്ലാഹു പരോക്ഷമായ അയാളുടെ ശരീരത്തിൽ എത്തിക്കുക. ഈ യാസീൻ സൂറത്തിലെ അക്ഷരങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. മഹാനായ ഇസ്മായിൽ അൽ ഹഖ് അൽ ബറൂസവി സൂറത്ത് യാസീന്റെ വ്യാഖ്യാനം പറയുന്നിടത്ത് പറയുന്നുണ്ട്, യാസീൻ അധ്യായത്തിലെ അക്ഷരങ്ങൾക്കൊരു മാസ്മരികതയുണ്ട്. അത് കേട്ടുകഴിഞ്ഞാൽ ബലക്ഷയം വരുന്ന ശരീരഭാഗങ്ങളെക്കാൾ അപ്പുറം ഉത്തേജനം കിട്ടിയ മാനസികാവസ്ഥ ഉണ്ടാവുകയും അതുവഴി അവന്റെ പഴയ കാലത്ത് അവൻ ഓതിപ്പടിച്ച, അവൻ ചൊല്ലിപ്പോന്ന ലാ ഇലാഹ ഇല്ലല്ലാ അനിഷേധ്യമായി അവന്റെ നാവിലെത്താൻ സൂറത്ത് യാസീന്റെ അക്ഷരങ്ങളുടെ മാസ്മരികത കൊണ്ട് കഴിയുമെന്ന് മഹാനായ മുഫസ്സിർ മഹാനായ ഇസ്മായിൽ അൽ ഹഖ് അൽ ബറൂസവി അദ്ദേഹത്തിന്റെ റൂഹുൽ ബയാനിൽ രേഖപ്പെടുത്തുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ സൂറത്ത് ദുഖാൻ അതുപോലെയുള്ള അധ്യായങ്ങളൊക്കെ രോഗിയുടെ സാന്നിധ്യത്തിൽ നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കാം. അങ്ങനെ പല അധ്യായങ്ങളും പ്രത്യേകം പറയപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ നമ്മൾ രോഗിയുടെ സാന്നിധ്യത്തിൽ പാരായണം ചെയ്തുകൊണ്ടിരിക്കും. ഖുർആൻ പാരായണം ഉണ്ടാകുമ്പോൾ രോഗിയെ സംബന്ധിച്ചിടത്തോളം ആ രോഗിക്ക് കെലിമ ചൊല്ലാനുള്ളതായ അല്ലെങ്കിൽ ദാഹത്തിന്റെ ആ ഒരു വെപ്രാളമൊക്കെ മാറിക്കിട്ടാൻ ഈ ഖുർആനിന്റെ ശബ്ദം വല്ലാതെ സ്വാധീനിക്കുമെന്നാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, അഞ്ചാമത്തെ അദബ്, രോഗിയുള്ള വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന് നിയന്ത്രണം വേണം, നാവിന് നിയന്ത്രണം വേണം, എല്ലാത്തിനും നിയന്ത്രണം വേണം, പ്രത്യേകിച്ച് കണ്ണിന്. ആറാമത്തേത് നാവിന് നിയന്ത്രണം വരുന്നു. ആറാമത്തേത് രോഗിയുടെ മുന്നിൽ ചെന്നാൽ അവിടെ ചെന്ന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല. എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദ്യം ഒരുപാടാവരുത്. അത് രോഗിയോടാവട്ടെ, രോഗിയുടെ വീട്ടുകാരോടാവട്ടെ, നമ്മൾ അവിടെ ചെന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കും. അല്ല, എപ്പോഴാ ഈ അസുഖം തുടങ്ങിയത്? ഓക്കെ, എന്നാ ആശുപത്രി പോയത്? ഓക്കെ, ഒന്നോ രണ്ടോ ചോദ്യം. ഇപ്പൊ എങ്ങനെയുണ്ട്? ഓക്കെ, തീർന്നു. അല്ലെങ്കിൽ ഇതും കൂടി ഉൾപ്പെടുത്താം. ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒഴിവാക്കിയിട്ട് ഇനി പറയുന്ന ഉൾപ്പെടുത്താം. ഇനി എന്നാ ആശുപത്രി ചെല്ലാൻ പറഞ്ഞു ഡോക്ടർ. ഇതെല്ലാം കൂടിയിട്ട് ഒറ്റയടിക്ക് ചോദിക്കരുത്. എല്ലാം ചോദിക്കേണ്ട സ്ഥലമൊന്നുമല്ലത്. നിനക്ക് ജസ്റ്റ് അവരൊന്ന് ബോധ്യപ്പെടുത്താനും ചോദിച്ചാൽ മതി. എല്ലാം കൂടി ചോദിക്കരുത്. SI ക്വസ്റ്റ്യൻ ചെയ്യണ മാതിരി ഒക്കെ കൂടിയാണ് ചോദിക്കുന്നത്. അതോടുകൂടി രോഗിയുടെ പകുതി ആത്മാവ് അവിടെ തീരും. രോഗിയോടാവട്ടെ, അവിടെ ഉള്ളവരോടാവട്ടെ ചോദ്യങ്ങൾ വർദ്ധിപ്പിക്കാൻ പാടില്ല. ആറാമത്തെ അദബാണ്. ഏഴാമത്തെ അദബ് രോഗിയുടെ മുന്നിൽ ചെന്നാൽ രോഗി കിടക്കുന്ന അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ഒരു ഭയാനകത പ്രകടിപ്പിക്കാതെ വളരെ ലളിതമാണെന്നുള്ളൊരു അവതരണം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും. ഇത് ചെറിയൊരു പരിപാടി, ഇതല്ലേ ഉള്ളൂ, അതിപ്പോ ഒരു 3-4 ദിവസം ഉണ്ടായ ഇടപാട് തീരും, ഇത് അസുഖം മാറും, അങ്ങനെയാണെന്ന് പറയാം. അല്ലാതെ പടച്ചോനെ ഈ അസുഖം ഇക്കാക്ക് വന്നോ, ഇനി എങ്ങനെ ഇത് മാറാനാ, എന്ന് മാറാനാ, അങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നതോടുകൂടെ രോഗി അവിടെ കിടന്ന് മരിച്ചു പോയിട്ടുണ്ടാവും ചിലപ്പോ. രോഗിയുടെ മുന്നിൽ ചെന്ന ആ രോഗിയുടെ രോഗത്തിന്റെ തീവ്രതയല്ല പറയേണ്ടത്, അത് വളരെ മൃദുലമായി നമ്മൾ കൈകാര്യം ചെയ്യണം. രോഗത്തിന്റെ അവസ്ഥയെക്കുറിച്ചോ അല്ലെങ്കിൽ രോഗിയുടെ അവസ്ഥയെക്കുറിച്ചോ നമ്മൾ അത് പർവ്വതീകരിക്കാതെ അത് ലളിതമാക്കണം. നമ്മുടെ പ്രകടനം മുഴുവൻ ഇത് ചെറിയൊരു ഇതല്ലേ ഉള്ളൂ, ഒരു 3-4 ദിവസം ഇത് ഒന്ന് കഴിഞ്ഞാൽ അത് ശരിയാവും, ഈ കഴിഞ്ഞ ആഴ്ച ഇപ്പൊ ഇന്ന ആൾക്ക് ഉണ്ടായിട്ട് അത് അങ്ങനെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് അതങ്ങോട്ട് നുണ പറയരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം, ആ അവസ്ഥയെ നമ്മൾ വളരെ ചെറുതാക്കി കാണിക്കണം. ഒരുപാട് സംസാരിക്കാനും പാടില്ല, അപ്പൊ ഒരുപാട് ശ്രദ്ധിക്കാണ്ട്. ഇത് വലിയൊരു അമലാണ്. അമലാവുമ്പോൾ അമലിന്റെ എല്ലാ മാനദണ്ഡങ്ങളും പൂർത്തിയാക്കണം എന്നാ. അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ രോഗിയുടെ മുന്നിൽ
പർവ്വതീകരിക്കാതെ വളരെ ലളിതമാക്കിയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. ഏഴാമത്തേതാണ് വളരെ ലളിതമാക്കണം നമ്മുടെ പ്രകടനങ്ങൾ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം തുർമുദിയുടെ ജാമിഉൽ കാണാം ഹദീസ്, ഇദാ ദഖൽതും അലൽ മരീദി ഫനഫിസു ലഹു ഫീ അജ്ലിഹി. നിങ്ങൾ ഒരു രോഗിയുടെ അടുക്കൽ ചെന്ന് കഴിഞ്ഞാൽ ആ രോഗിയുടെ മുന്നിൽ നിങ്ങൾ അയാളുടെ ആയുസ്സിനെ കുറിച്ച് ദൈർഘ്യതയുണ്ടെന്ന രീതിയിൽ അവതരിപ്പിക്കണം. അല്ലാഹ് ഇതൊന്നും ഒരു രോഗമല്ലക്ക, ഇനി ഒരു 19 കൊല്ലം ജീവിക്കാണ്ട്, ഇതൊക്കെ കഴിഞ്ഞ അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും അതൊക്കെ ശരിയാവും, പിറ്റത്തെ ആഴ്ച പള്ളിയിൽ വരാൻ പറ്റും എന്നൊക്കെ പറയാം. ഇത് കുഴപ്പമൊന്നുമില്ല, അത് മാറിക്കോളുന്നേ, പെട്ടെന്ന് മാറണ സുഖം, അത് കുഴപ്പമൊന്നുമില്ല, ഇന്ന മരുന്ന് കഴിച്ചാൽ മതി, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, സൂക്ഷിച്ചാൽ മതി എന്നൊക്കെയാണ് പറഞ്ഞ് അയാള് രോഗി. അപ്പൊ അത്രയും നേരത്തെ അവസ്ഥ കൊണ്ട് രോഗി വിചാരിച്ചത് പടച്ചവനെ ഞാൻ മരിക്കുന്ന, പെട്ടെന്ന് മരിക്കുന്ന. നമ്മളാണ് ചിലരോടുകൂടെ രോഗി കുറെ കാലം കൂടി ജീവിക്കാൻ കഴിയുമെന്ന ഒരു സ്വപ്നത്തിലേക്ക് എത്താം. ഹബീബ് പഠിപ്പിച്ചത് രോഗിയോട് സംസാരിക്കുമ്പോൾ അയാളുടെ ആയുസ്സിൽ വർധനവ് ഉണ്ടാവുമെന്ന രീതിയിലേക്കാവണം നമ്മുടെ വാക്കുകൾ പോകേണ്ടത്. ഹബീബായ നബി തങ്ങൾ പറയുന്നു, നമ്മൾ അങ്ങനെ പറഞ്ഞത് കൊണ്ട് പടച്ചോൻ ഖളാ ആക്കിയത് മാറുന്നൊന്നുമില്ല. പക്ഷേ ആ കിടക്കുന്ന മനുഷ്യനൊരു സമാധാനം കിട്ടും എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര വലിയ വർത്താനാണിത്. നമ്മള് അദ്ദേഹത്തിനോട് ഒരു 50 കൊല്ലം കൂടിയൊക്കെ ജീവിച്ചിരിക്കും, ഇതുകൊണ്ടൊന്നും ഒരു പ്രശ്നം ഉണ്ടാകാനില്ല, അത് പെട്ടെന്ന് മാറുന്ന അസുഖം, അങ്ങനെ പറയുന്ന വാക്കുകൊണ്ട് 50 കൊല്ലം പോയിട്ട് 5 ദിവസം കൂടി ചിലപ്പോൾ ജീവിച്ചോളണമെന്നില്ല. അള്ളാഹു ഖളാ ആക്കി വെച്ച ആയുസ് അതിൽ നമ്മുടെ ഈ വർത്താനം കൊണ്ട് മാറ്റങ്ങളൊന്നും വരുന്നില്ല എങ്കിൽ പോലും കിടക്കുന്ന മനുഷ്യന് ഒരു ആശ്വാസം ഉണ്ടാകുമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. 7 എണ്ണം പറഞ്ഞു. 8ാമത്തേത് പെട്ടെന്ന് പറഞ്ഞു തീർക്കാണ്. 8ാമത്തേത് നമ്മൾ അവിടെ ചെന്നാൽ ദുആ ചെയ്യണം. ഇന്നലെ പറഞ്ഞു രോഗിയോട് അങ്ങോട്ട് ദുആ ചെയ്യാൻ നമ്മൾ പറയൽ സുന്നത്താണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു, ഒരു രോഗിയെ കണ്ടാൽ അങ്ങോട്ട് ദുആ ഇറക്കാൻ പറയണം. രോഗി ദുആ ചെയ്ത മലക്കുകൾ ദുആ ഇറക്കും പോലെയാണ് അല്ലാഹു അത് സ്വീകരിക്കുക. അത്ര പവർ ആ രോഗിയുടെ ദുആക്ക്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാ പഠിപ്പിച്ചത്. 8ാമത്തെ ആദബ് മഹാന്മാർ പറയുന്നു, നമ്മൾ അവിടെ വെച്ച് ചെയ്യുന്ന ദുആ, രോഗിക്ക് വേണ്ടി ചെയ്യുന്ന ദുആ ആത്മാർത്ഥമാവണം. എന്താ കാരണം എന്നറിയോ? ആ രോഗം നമുക്കുണ്ടാവൂല. ഒരാൾക്ക് നമ്മൾ ദുആ ചെയ്യുമ്പോൾ അയാളുടെ ആ വിഷയത്തിൽ നമുക്ക് സമാനമായ ഒരു പ്രാർത്ഥന നമ്മുടെ മുതുകിന്റെ മുകളിൽ ഒരു മലക്ക് എഴുന്നേറ്റ് നിന്ന് നടത്തുകയും മറ്റു മലക്കുകൾ ആമീൻ പറയുകയും ചെയ്യുമെന്ന് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പ്രാർത്ഥന ആത്മാർത്ഥമായിരിക്കണം. ഈ രോഗിയുടെ അടുത്ത് പോകുമ്പോൾ മാത്രമല്ല കേട്ടോ പ്രാർത്ഥന ആത്മാർത്ഥമായിട്ട് ഉണ്ടാവേണ്ടത്. നമ്മുടെ കയ്യിലുള്ളതൊക്കെ ഒറിജിനൽ ആവണം, ഒന്നും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവാൻ പാടില്ല. ചില ആൾക്കാർ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ചിരി വരും, ഉസ്താദെ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണം. വലിയ അടുപ്പുള്ള ആളാണെങ്കിൽ അപ്പൊ തന്നെ പറയും, എന്റെ കയ്യിൽ ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല, ഉള്ളതൊക്കെ ആത്മാർത്ഥമായിട്ടാണ്, ഒറിജിനലാണെന്ന്. നമുക്ക് അടുപ്പുള്ള ആളാണ് ഇപ്പോൾ ആത്മാർത്ഥമായി, അതൊരു പ്രയോഗം അങ്ങനെ ആയിപ്പോയി, ആത്മാർത്ഥമായി. അപ്പൊ എല്ലാ കാര്യത്തിലും ആത്മാർത്ഥത വേണം. പ്രത്യേകിച്ച് രോഗിയുടെ അടുക്കലുള്ള ദുആയിൽ ഇഖ്ലാസ് കൂടുതൽ വേണം. കാണാതെ പഠിച്ച എല്ലാ ദുആയും കൂടിയിട്ട് രോഗിയുടെ അടുത്ത് ഓതി തീർത്തിട്ട് പോരല്ല വേണ്ടത്, വളരെ ലളിതമാക്കണം. രോഗി ഇല്ലാത്തോടത്ത് വെച്ചുമാവാലോ ദുആ. രോഗിക്ക് വേണ്ടിയിട്ട് എവിടെയും പോയിട്ട് വേറെ എവിടെയും പോയിരുന്ന ദുആ ഇറക്കാലോ, അപ്പൊ കുറച്ചും കൂടി ഇജാബത്ത് കൂടും. ഒരു ഹദീസിൽ കാണാം, ഇമാം അബൂ ദാവൂദിന്റെ സുനനിലുണ്ട് ഹദീസ്. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതായിട്ട്, من عادى مريضا لم يحضر أجله فقال عنده 7 مرار أسأل الله العظيم رب العرش العظيم أن يشفيك إلا عافاه الله من ذلك المرض. നമുക്കറിയാം ചില രോഗങ്ങൾ അത് അയാളെ കൊണ്ടേ പോവും, മരണമുറപ്പായ രോഗങ്ങളുണ്ട്, അത് നമുക്കറിയാൻ പറ്റും. ചിലതുണ്ട് ഒരു താൽക്കാലികമായ ഒന്ന് ശമനം കിട്ടാൻ ഒന്ന് കാത്തു കിടക്കണം, കുറച്ച് നാള് കിടക്കേണ്ടി വരും, പക്ഷെ മരിക്കൂല. അങ്ങനത്തെ രോഗങ്ങളുണ്ട്, നമുക്കറിയാലോ. ഉദാഹരണം, ശക്തമായ പനിയുണ്ട്, മാറും ഉറപ്പാണ്. അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും രോഗം കിടന്നുപോയി എന്നേ ഉള്ളൂ, പക്ഷെ ആള് എണീറ്റ് പോരും, കുഴപ്പമില്ല. അങ്ങനെ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷയുള്ള രോഗങ്ങൾ ഹബീബ് പഠിപ്പിക്കുന്നു, ലം യഹ്ദുർ അജ്ലുഹു, മരിക്കുന്നതിലേക്ക് എത്താത്ത രീതിയിലുള്ള രോഗങ്ങളുണ്ട്. അങ്ങനത്തെ ഒരു കിടപ്പിലുള്ള രോഗങ്ങളല്ല, അല്ലാത്ത രോഗങ്ങൾ.
ആ രോഗങ്ങളുള്ള ആളുടെ അടുക്കല് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ 7 വട്ടം ദുആ ചെയ്യേണ്ട ഒരു ദുആ ഉണ്ട്, ഒരു ദിക്റുണ്ട്. 7 വട്ടം നമ്മൾ ചെയ്യേണ്ട ദിക്ർ, ചൊല്ലേണ്ട ദിക്ർ, അല്ലെങ്കിൽ 7 വട്ടം നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു ദുആ ഉണ്ട്. എല്ലാവരും പഠിച്ചു വെക്കണത്. അസ്അലുല്ലാഹൽ അലീമ റബ്ബൽ അർശിൽ അലീമി അൻ യശ്ഫിയക. അസ്അലുല്ലാഹൽ അലീമ റബ്ബൽ അർശിൽ അലീമി അൻ യശ്ഫിയക. ഒന്നുകൂടി പറയാം. അസ്അലുല്ലാഹൽ അലീമ റബ്ബൽ അർശിൽ അലീമി അൻ യശ്ഫിയക. എന്താ അതിനർത്ഥം? മഹാനായ അല്ലാഹുവിനോട് ഞാൻ ചോദിക്കട്ടെ, വലിപ്പമേറിയ അർശിന്റെ ഉടമയായ അല്ലാഹുവിനോട് ഞാൻ ചോദിക്കട്ടെ. എന്ത് ചോദിക്കട്ടെ? അൻ യശ്ഫിയക, നിനക്ക് അല്ലാഹു ശിഫ തരട്ടെ എന്ന് ഞാൻ ചോദിക്കട്ടെ. നിനക്ക് അല്ലാഹു ശിഫ തരട്ടെ എന്നാ. എത്ര വട്ടം? ഈ ദുആ 7 വട്ടം രോഗിയുടെ അടുത്ത്. ഏത് രോഗി? പറ്റേ മരണത്തിലേക്ക് പോകുന്ന രോഗിയല്ല, കവർ ചെയ്ത് പോരും, ആള് റിക്കവർ ചെയ്ത് പോരും, അങ്ങനെ സാധ്യതയുള്ള രോഗിയുടെ അടുത്ത് ഈ ദുആ 7 വട്ടം ചൊല്ലിയാൽ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ആ ദുആ ഉണ്ടല്ലോ, നിലവിൽ അയാൾക്കുള്ള രോഗത്തിൽ നിന്ന് അയാൾ പെട്ടെന്ന് തന്നെ കടന്നു പോരും. അത് ഉറപ്പാണ്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രോഗിയുടെ അടുക്കലെത്തിയാൽ അയാൾക്ക് ഏത് രോഗമാണെങ്കിലും തിരിച്ചയാൾ കരകയറാൻ വേണ്ടി നമ്മൾ ചൊല്ലേണ്ട 7 വട്ടം ചൊല്ലേണ്ട ദുആ ഇതാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇനി 9ാമത്തെ അദബ്. വഅൻ യുവസ്സിഅ ലിൽ മരീദി ഫിൽ അമലി. ഒരു രോഗിക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ, എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ആഗ്രഹം നമ്മളായിട്ട് നിറവേറ്റി കൊടുക്കണമെന്നാണ് രോഗിയുടെ ആഗ്രഹം. ഇന്നലെ നമ്മൾ പറഞ്ഞു, രോഗി ആഗ്രഹിക്കുന്നത് ഭക്ഷണമാണെങ്കിൽ ഒരു മനുഷ്യനെ കാണാൻ വേണ്ടി ഹബീബായ നബി തങ്ങൾ ചെന്നു. അയാൾ രോഗിയാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ നബിയെ? ഗോതമ്പിന്റെ പൊടി കൊണ്ടുണ്ടാക്കിയ റൊട്ടി കഴിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അവിടെ നിന്ന് ചോദിച്ച, ആരുടെയെങ്കിലും വീട്ടിൽ അങ്ങനത്തെ പലഹാരമുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് കൊണ്ടുവന്നു കൊടുക്കൂ. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, രോഗി ആഗ്രഹിക്കുന്ന ഭക്ഷണം അയാൾക്ക് കൊടുക്കണമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടോ? രോഗിയുടെ ആഗ്രഹത്തിൽ നമ്മൾ വിശാലത ചെയ്തു കൊടുക്കണം. അതാണ് 9ാമത്തെ അദബ്. 10ാമത്തെ അദബ് ഞാൻ അവസാനിപ്പിക്കുന്നു. 10ാമത്തെ അദബ് രോഗിയെ സ്വയം ആശ്വസിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, സ്വയം സമാധാനിക്കാൻ വേണ്ടി അവൻ പരിശ്രമിക്കുന്നുണ്ട്. ഈ രോഗം വന്നത് പടച്ചോൻ എനിക്ക് വെച്ചതാണ്, കൂലി ഉണ്ടെന്ന്. പക്ഷെ വേദന വരുമ്പോൾ അത് അങ്ങോട്ട് വിട്ടുപോവാ. മനസ്സിലങ്ങനെ അല്ലാ എന്ന വിചാരത്തിൽ നിന്നൊക്കെ വേദന കൊണ്ട് അങ്ങോട്ട് വിചാരമൊക്കെ ഉണ്ടാവും. ആശ്വാസത്തിൽ നിന്ന് അങ്ങോട്ട് സ്വയം ക്ഷമിച്ച് അങ്ങോട്ട് പിടിച്ചിട്ട് കിട്ടണില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ വരാണെങ്കിൽ നമ്മൾ അവരോട് പറയണം, രോഗിയോട് പറയണം, എടോ തനിക്ക് ഈ വേദനയ്ക്ക് അല്ല കൂലി തരും. ചെല്ലണമെങ്കിൽ പറയരുത്, അങ്ങനെ ബന്ധമുള്ള ആളാ പറയാവുള്ളൂ. ഒരാൾ മരിക്കാൻ കിടക്കുമ്പോൾ അയാൾക്ക് കലിമ ചൊല്ലി കൊടുക്കുന്നത് അനന്തരാവകാശി ആവാതിരിക്കണം എന്നാ ഇസ്ലാമിക കർമ്മശാസ്ത്രം പറഞ്ഞത്. അനന്തരാവകാശി കലിമ ചൊല്ലിക്കൊടുത്ത ഈ മരിക്കാൻ കിടക്കണ കാരണവര് ഒരു പക്ഷെ കലിമ ചൊല്ലിന്ന് വരില്ല. കാരണം ഞാൻ മരിച്ചിട്ട് വേണോ അല്ലേ നിനക്ക് അത് എടുക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഞാൻ കലിമ ചൊല്ലണല്ല എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന ആ നേരത്തെ ഒരു മനഃശാസ്ത്രപരമായ ഇടപെടല് ആ മരിക്കാൻ കിടക്കുന്ന ആൾക്ക് ഏറ്റവും താല്പര്യമുള്ള അന്യനായ ആരെങ്കിലും കലിമ ചൊല്ലി കൊടുക്കട്ടെ എന്നാ. അനന്തരാവകാശി കലിമ ചൊല്ലി കൊടുത്ത ഒരു പക്ഷേ ദുരുദ്ദേശപരമാണെന്ന് അയാൾ ചിന്തിച്ചു പോകും. കാരണം ഇബ്ലീസ് കൂടാൻ പറ്റിയ സമയത്. എല്ലാവരും അങ്ങനെയാണെന്നല്ല. ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ കലിമ ചൊല്ലി കൊടുക്കേണ്ട ആള് അനന്തരാവകാശി ആവാതിരിക്കട്ടെ എന്നാണ്. അനന്തരാവകാശി ചൊല്ലിക്കൊടുത്തു എന്ന് വെച്ചാൽ കുഴപ്പമുണ്ടെന്നല്ല പറഞ്ഞത്. അനന്തരാവകാശി അല്ലാത്ത ആളാണെങ്കിൽ അയാൾക്കിപ്പോ ഞാൻ മരിച്ചു പോയതുകൊണ്ട് എന്റെ സ്വത്തൊന്നും കിട്ടാൻ പോലുള്ള, അപ്പൊ അദ്ദേഹം ആത്മാർത്ഥമായി തന്നെ. അനന്തരാവകാശിയാണെങ്കിലോ അമ്മാച്ചൻ മരിക്കാൻ കിടക്കുമ്പോൾ മരുമോള് കലിമയെല്ലാം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 പാട് ആലോചിക്കേണ്ടതുണ്ട്. കലിമ ചൊല്ലി കൊടുക്കാൻ പറ്റിയ ബന്ധമാണ് അമ്മാച്ചനും മരുമോളും തമ്മിൽ ഉള്ളത് എങ്കിൽ, നല്ല സൗഹൃദവും നല്ല ഇഷ്ടമൊക്കെ ആണെങ്കിൽ ഒരു കുഴപ്പമില്ല. എപ്പോഴും അങ്ങനെ ആയിക്കൊള്ളുന്നില്ലല്ലോ. അപ്പൊ അത്തരം ഇഷ്ടങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നേരത്തെ തന്നെ നമ്മൾ സമ്പാദിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും വാങ്ങിയൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആഖിറത്തിലേക്ക് അത് ഗുണം കിട്ടും. അപ്പോൾ രോഗിയായ മനുഷ്യന്റെ അടുക്കൽ ചെന്നാൽ അയാൾക്ക് വേദനക്ക് കൂലി ഉണ്ടെന്ന് നല്ലോണം പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ആളാണ് നമ്മളെങ്കിൽ നമ്മളത് പറഞ്ഞു കൊടുത്തിട്ടേ വരാവുള്ളൂ. അപ്പൊ അത് നമ്മുടെ അദബിൽപ്പെട്ടതാണ്. നമ്മൾ ഈ പോകുന്ന രോഗ സന്ദർശനത്തിന്റെ പ്രധാനമായ ഒരു ഭാഗവും നമുക്ക് കൂലി കിട്ടുന്ന കാര്യം കൂടിയാണ്.
നീ ക്ഷമിക്കുന്നതിന് നിനക്ക് കൂലിയുണ്ട്, നീ അലമുറയിടല്ലേ, നീ അക്ഷമ കാണിക്കല്ലേ, അതില് ഒരു പക്ഷെ അള്ളാഹുവിന്റെ ഇഷ്ടക്കുറവ് വരും. ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം. ഈ രീതിയിൽ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ വരുമ്പോ ക്ഷമിക്കണം എന്നല്ലേ. നിനക്കത് അറിയില്ലേ? അള്ളാഹു ഖുർആനിൽ പറഞ്ഞതല്ലേ നമ്മളോട്, വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വത്തമറാത്തി വബശ്ശിരിസ് സ്വാബിരീൻ. ക്ഷമിക്കാൻ പറയേ, ക്ഷമിക്കുന്നവർക്ക് സ്വർഗ്ഗമുണ്ടെന്ന് പറയേ. ഇങ്ങനെയല്ലേ ഖുർആൻ ഹബീബിനോട് നമ്മെ ആഹ്വാനം ചെയ്യാനായിട്ട് അറിയിച്ചിട്ടുള്ളത്? ക്ഷമ എന്നുള്ളത് സ്വർഗത്തിലേക്കുള്ളതല്ലേ. അതുകൊണ്ട് സാറില്ല, ഈ വേദനയൊക്കെ കുറച്ച് ഈ ദുനിയാവിലെ പാപം പൊറുക്കാനൊക്കെ ഉള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് നല്ല വാക്ക് പറയണേ. നീ ഒരുപാട് നിസ്കരിച്ച ആളല്ലേ, നിനക്ക് അള്ളാഹു അതൊക്കെ തരും, നീ വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞൊന്ന് സമാധാനിപ്പിച്ച്. ഇന്നലെ പറഞ്ഞു മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയുടെ വേദന ഉള്ള ഭാഗത്ത് കൈ വെച്ചിട്ട് ബിസ്മില്ലാ ബിസ്മില്ലാ എന്ന് പറഞ്ഞ് മന്ത്രിക്കുന്ന രോഗിക്ക് നമ്മൾ ചെല്ലുന്നത്. അങ്ങനെയുണ്ട് ചില ആളുകൾക്ക്, രോഗിയാണെങ്കിൽ ഇന്ന ആളെ എപ്പോഴും കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അള്ളാഹുവേ, അങ്ങനെ ആരെങ്കിലുമൊക്കെ ആഗ്രഹിച്ചിട്ട് നമുക്ക് ആ ഒരു കടമ നിർവഹിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ പടച്ചോൻ നമുക്ക് പുറത്തു തരട്ടെ.